സോ ഹായ് ജസീം. ഓക്കെ. ഏഹ് അപ്പോ ഇന്നത്തെ ഒരു അജണ്ട ഞാൻ ഫസ്റ്റില് പറയാം. ഇവിടെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസീമിന്റെ കോഡ് ഒന്ന് ജസീം എങ്ങനെ ഷോക്കേസ് ചെയ്തെങ്കിൽ റിവ്യൂ പറയാം. എന്താണ് ചെയ്തുള്ളത്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ സെക്കൻഡില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ജസ്റ്റ് എന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഫീഡ്ബാക്ക്. ഓക്കെ, എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ, ജസ്റ്റ് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഇത്. പിന്നെ അത് കഴിഞ്ഞ് ജസീമിന് എന്തെങ്കിലും പ്രോഗ്രാമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ സ്പോർട്ടിക്സിനെ കുറിച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. നമുക്ക് എല്ലാം റിവ്യൂ കഴിഞ്ഞ ശേഷം. ഓക്കെ, അപ്പൊ ഞാൻ ഓക്കെ. ജസ്റ്റ് ഒന്ന് ജസീമിന്റെ ആ ഒരു ചെയ്ത പ്രോജക്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഈ ഒരു നെയിം യൂസ് ചെയ്യാൻ കാരണം ഒന്ന് പറയാം. ഈറ്റീസ് എന്ന് പറയും. നെയിം ഓക്കെ. നെയിം ചൂസ് ചെയ്യാൻ കാരണം ഞാൻ ഈ പ്രൊജക്ടിനെ കുറിച്ച് അറിഞ്ഞ മുതൽ മോസ്റ്റ് ടൈം ഞാൻ സ്പെൻഡ് ചെയ്തത് റിസർച്ചിലായി. ഓക്കെ ഓക്കെ, നൈസ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് അപ്പോൾ ഒരു ഡിസൈൻ, ഒരു എക്സ്ട്രീ ഡിസൈൻ ഞാൻ ഓൺലൈനിൽ കണ്ടു. അപ്പോൾ ഡ്രിബിള് കണ്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഡിസൈൻ ആസ്പദമാക്കിയിട്ട് അത് ഡ്രിബിളിലാണ്, ഡ്രിബിൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോ അത് അവരുടെ ഒരു പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണല്ലോ ഡിസൈൻ. അപ്പൊ അതിനുശേഷം ഞാൻ അങ്ങനത്തെ ഒരു ഡിസൈൻ, ഒരു ഐഡിയ, ഒരു വയർ ഫ്രെയിം, എനിക്ക് ഐഡിയ കിട്ടി ഒരു ഫുഡ് റെസ്റ്റോറന്റിന്റെ. അപ്പൊ അങ്ങനെ ഞാൻ വീണ്ടും റിസർച്ച് നടത്തിയാല് ഒരു ഈറ്റീസ് എന്ന് പറഞ്ഞൊരു ഡിസൈൻ കിട്ടി. അപ്പൊ അതിന്റെ ആ ബ്രാൻഡ് നെയിം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈറ്റീസ് അങ്ങനെ എനിക്ക് ആ ബ്രാൻഡ് നെയിം അത് ഫിക്സ് ചെയ്യാനാക്കി. അങ്ങനെ ഞാൻ ആ നെയിമിലേക്ക് എത്തിയത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഡിസൈൻ ഡ്രിബിളിന്ന് റെഫർ ചെയ്തിട്ടുള്ളതാണോ അതോ കുറെ ഡിസൈൻസ്? ഞാൻ ആ കുറെ റിസർച്ചാണ് ഇതിൽ കൂടുതലും. കുറച്ച് സമയമാണ് ഞാൻ കോഡിങ്ങിൽ നിന്നുള്ളൂ. കൂടുതലും റിസർച്ച് ചെയ്ത് പല സൈറ്റുകളിലും പല ഇതിലും ഞാൻ കണ്ട് ഓരോ ഫീച്ചേഴ്സ് മനസ്സിലാക്കി ആ രീതിയിൽ ഞാൻ എന്നിട്ട് എനിക്കിങ്ങനെ ഈ XP UI UX അങ്ങനെ ചെയ്യാറില്ല. ഞാൻ എന്റേതായ രീതിയിലൊന്നൊരു പേപ്പർ ട്രയൽ ആൻഡ് എററില് ചെയ്യല്ലോ. പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഏതൊക്കെ സെക്ഷൻ വേണോ അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ കണക്കും. അതിനുശേഷം കോഡ് ചെയ്തത്. ഓക്കെ ഓക്കെ, നൈസ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഹോം പേജ് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ജസീമ തന്നെ എന്താ ചെയ്തിട്ടുള്ളതെന്ന് ജസ്റ്റ് പറയാൻ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് കോണ്ടാക്ട് ഫോം വെച്ചിട്ടാണ് ഇത് വർക്കിംഗ് ആണോ? ഹലോ ജസീം, വോയിസ് പോകുന്നുണ്ടോ? ഓക്കെ ഓക്കെ. എനിക്ക് കേൾക്കാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ ജസ്റ്റ് ആ ഒരു റിസർവ് എന്നുള്ള രീതിയിലല്ലേ ടേബിളിന്റെ ആ ഒരു കോൺസെപ്റ്റ് കൊടുക്കും. ഓക്കെ ഓക്കെ. ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള നമ്പർ കൊടുത്തു. ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആണല്ലേ, ഇവിടെ ഡേറ്റ് പിക്കറോ? ഓക്കെ, ഈ ഡേറ്റ് പിക്കർ ഡിഫോൾട്ട് ഡേറ്റ് പിക്കർ അല്ലേ അതോ വേറെ പാക്കേജ്? അല്ലല്ല, ഞാൻ കസ്റ്റം ചെയ്തതാണ്. നമ്മള് ഇന്നത്തെ നിലവിലെ ഡേറ്റ് ഇല്ലേ, December 2, ആ ഡേറ്റ് മുതൽ കിട്ടുള്ളൂ. അതിന് പുറകെ കിട്ടൂല. അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ടൈമും ജസ്റ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടൈമിന്റെ ഇടയിലുള്ള വെച്ച് ഷോപ്പിന്റെ. അതെ അതെ അതെ, ശരിയാണ്. അതെ, നല്ല കാര്യമാണ്. ഈ ഒരു വാലിഡേഷൻ വെച്ചിട്ട് ജേസ് വെച്ചാണോ ഹാൻഡിൽ ചെയ്തിട്ടുള്ള വാലിഡേഷൻ? ഒരു ജേസ് വെച്ച് വാലിഡേഷൻ ചെയ്തില്ല. ഓക്കെ, അല്ല ഞാൻ ഉദ്ദേശിച്ച വാലിഡേഷൻ അല്ല ഉദ്ദേശിച്ച ഈ ഒരു ഡേറ്റ് പിക്കർ അങ്ങനത്തെ പാക്കേജ്. ഓക്കെ ഫൈൻ, യു ക്യാൻ ഓൾസോ ജസ്റ്റ് അതിന്റെ അടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ ഒരു അബൌട്ട് ഈറ്റീസ്. ഓക്കെ, കോഴിക്കോടുള്ള ഒരു റെസ്റ്റോറന്റ്. ശരിയാണ്, റെസ്റ്റോറന്റ് ഉണ്ടോ? ഇല്ല, ഞാൻ എന്റെ നേറ്റീവ് പ്ലേസ് കോഴിക്കോടാണ്. അപ്പൊ ഒരു സ്ഥലം അറിയാത്ത സ്ഥലമായി വെക്കണ്ടല്ലോ. കോഴിക്കോട് പറഞ്ഞാല് ഫുഡിനൊക്കെ ഫേമസ് ആണ്. അപ്പൊ ആ രീതിയിൽ വെച്ചതാണ്. അതെ, ഞാൻ വരാറുണ്ട് അറിയാം. റോളില് ഈ ഒരു അനിമേഷൻ വരുന്നതാണ്. അപ്പൊ അത് ഏത് യൂസ് ചെയ്ത ഏതാണ്? ഓക്കെ ഓക്കെ, നൈസ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു വൈ ചൂസേഴ്സ്. ഓക്കെ, ഒരു നോർമൽ ഒരു വെബ്സൈറ്റിലുള്ള ഒരു ഫീൽ. ഒരു ഹോവറിന് ഒരു എഫക്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു കാർഡുകളിൽ. ഓക്കെ ഓക്കെ, നൈസ്. പിന്നെ അതുപോലെ
വാട്ട് അവർ കസ്റ്റമർ സൈസ്. ഓക്കെ, ഒരു ടെസ്റ്റ് മൊബൈൽ പോലെ. ഓക്കെ, അതൊരു സ്ലൈഡ് ഷോ വേണം അല്ലേ? ഓക്കെ 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 ഫൈൻ. പിന്നെ അതേപോലെ പോപ്പുലർ മെനു, വി ഡു നോട്ട് സെർവ് ഓൺലി ഫുഡ് ഇൻ ദിസ്. ഓക്കെ ഓക്കെ, ജസ്റ്റ് അതിൽ നല്ല ക്യാച്ചിങ് വേർഡ്. ഓക്കെ, ഒരു ഹോവറിൽ ഒരു ഇമേജ് സൂമിങ് അഫേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ നൈസ്. ഓക്കെ, ഗ്രിൽഡ് പ്രോൺസ്. ഓക്കെ, നൈസ് ആയിട്ടുണ്ട്. ചിക്കൻ ടിക്ക സലാഡ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ടാബ് ഹോവർ ആണോ? ഓക്കെ മനസ്സിലായി, ടാബ് സ്വിച്ചിങ് കാറ്റഗറൈസ് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ മനസ്സിലായി. നൈസ് ആയിട്ടുണ്ട്, നല്ലൊരു അനിമേഷനും ആയിട്ടുണ്ട് സ്വിച്ച് ചെയ്യുമ്പോൾ. നൈസ്. പിന്നെ വ്യൂ മോറും ഉണ്ട്. അതൊരു മെനു ബേസിലൊക്കെ. ഓക്കെ ഓക്കെ, കാണാൻ ഹൈപ്പർ ലിങ്ക് കാണാം. ഓക്കെ, ഇവിടെ വൈറ്റ് സ്പേസ് ആണ്. ഓക്കെ, കുറച്ച് ഡൗൺ ആയിട്ട് വന്നതാ. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ ഫൈൻ. പിന്നെ അതുപോലെ ഇവിടെ ഒരു വൈറ്റ് സ്പേസ് ആണ്, കണ്ടന്റ് ഉണ്ട്. ഓക്കെ ഓക്കെ, സ്ക്രോൾ ചെയ്ത് രക്ഷപ്പെടുന്നത്. ഹൈറ്റിലുള്ള എന്തെങ്കിലും ആണോ അതോ? അത് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്ത രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ബഗ് ഉണ്ട് a moment of delivery on right time and place. Okay, nice. Okay, ഇവിടെ ഒരു ഇമേജ് സ്ലൈഡ് ഷോ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതും ഹൊറിസോണ്ടൽ സ്ക്രോളബിൾ ആയിട്ടുള്ള. ഓക്കെ നൈസ്. ഓക്കെ ഫൈൻ. പിന്നെ ഇത് ഇവിടെയും ഒരു ഡിലേ വരും. ഓക്കെ ഓക്കെ, ആനിമേഷൻ ഡിലേ ആനിമേഷൻ. ഓക്കെ ഓക്കെ, ബ്രീഫ്. ഓക്കെ, ജസ്റ്റ് 25 ജസ്റ്റ് ഡേറ്റ് കൊടുക്കുന്നതാണ്. ആർട്ടിക്കിളിന്റെ ഡേറ്റ് ആണോ? ഈ ഒരു ആർട്ടിക്കിളിന്റെ ജസ്റ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത്. ആർട്ടിക്കിൾ എന്നാണ് റൈറ്റ് ചെയ്തത് ആ രീതി. ഓക്കെ 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 നൈസ്. ഓക്കെ, നന്നായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പേജസ് എന്ന് പറഞ്ഞാൽ എബൌട്ട് ഉണ്ട് അല്ലേ? എബൌട്ടിലും നമ്മൾ ആ ഒരു കണ്ട ഒരു പാർട്ട് തന്നെ ഇവിടെ വരികയാണ്. ഓക്കെ ഓക്കെ, പ്രൊഫഷണൽ ഷെഫുകൾ ആരാണെന്നുള്ളത്. ഓക്കെ ഓക്കെ, ജസ്റ്റ് അവരാ ഓക്കെ സോഷ്യൽ മീഡിയ. ഓക്കെ, ഇത് ഓക്കെ 4 തന്നെ ഉള്ളതല്ല, സ്ലൈഡ് ഷോ ഒന്നല്ല. ഓക്കെ, പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു ചെറിയ പോർഷൻ ആക്കി എടുത്തു. പിന്നെ മെനു ആണ് അല്ലെ? മെനുവില് നമ്മൾ ആ ഒരു കണ്ട ഒരു പോർഷൻ തന്നെ ഇവിടെ വേറെ. ഓക്കെ ഓക്കെ, അവിടെ കുറച്ച് ഓക്കെ ഓക്കെ, ഇവിടെ കൂടുതൽ മെനു വേണ്ട ആൾക്കാർക്ക് ഈ വെബ്സൈറ്റ് മനസ്സിലായി, ഡീറ്റെയിൽ ആയിട്ട് നോക്കാനാണ്. പേജിനേഷൻ യൂസ് ചെയ്യുന്നുണ്ടല്ലേ? പേജിനേഷൻ വർക്കിംഗ് ആണോ? അല്ല അല്ല, ജസ്റ്റ് ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. നല്ലൊരു ഇത് വരുന്നത്. കുഴപ്പമില്ല, നൈസ് ആയിട്ട്. മെയിൻ കോഴ്സ് ഡെസേർട്ട്. ഓക്കെ ഓക്കെ, നൈസ് ആയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ് ബ്ലോഗ് ആണല്ലേ? ബ്ലോഗിലും ജസ്റ്റ് ഇതേപോലെ ആ ഒരു ബ്ലോഗിന്റെ കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള പേജിനേഷൻ സ്റ്റാറ്റിക് ആണല്ലോ. പിന്നെ ഇതൊക്കെ ജസ്റ്റ് വെച്ചിട്ടുള്ള ലിങ്ക് ചെയ്തിട്ടൊന്നുമല്ലോ ഈ ഒരു സോഷ്യൽ മീഡിയ. ഇതും ജസ്റ്റ് ഒരു ഐക്കൺ പോലെ ഇവിടെ ഡയറക്ഷന്റെ ആ ഒരു ഇത് പറഞ്ഞതും. പിന്നെ ഓക്കെ ഓക്കെ, അതാക്കി. പിന്നെ നമ്മളെ മാപ്പിന്റെ കേസ് പറഞ്ഞത്. പിന്നെ ജസ്റ്റ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് മാത്രം. നൈസ് ആയിട്ടുണ്ട്. പിന്നെ റിസപ്ഷൻ അല്ലേ? ഓക്കെ ഫൈൻ. ബുക്ക് ടേബിൾ. ഓക്കെ ഓക്കെ, ഈ ഒരു പാർട്ട് ടേബിൾ കണക്ട് ചെയ്യണം. നമ്മൾ ആ ഒരു സെയിം സാധനം തന്നെ ഇവിടെ വീണ്ടും യൂസ് ചെയ്തേക്കാം. നമ്മുടെ ഹോം പേജിൽ വേണ്ടതാണ്. ഓക്കെ,
പിന്നെ ഇതല്ലാണ്ട് വേറെ പേജസ് ഇല്ലല്ലോ? ഇല്ല ഇല്ല. ഇല്ല അല്ലേ? ഓക്കെ. എല്ലാം നോക്കിയല്ലേ നമ്മള്? ഓക്കെ ഓക്കെ. ഞാൻ റെസ്പോൺസീവ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഞാൻ നോട്ട് G4 യൂസ് ചെയ്തോളാം. ഓക്കെ. ഫസ്റ്റ്ലി വി ഡെലിവർ ഗുഡ് ഫുഡ് ഓഫർ ഗ്രേറ്റ് സ്മാൽ. ഓക്കെ ഓക്കെ നൈസ്. ഇവിടെ നമ്മുടെ നാബാർ ഉണ്ട്. ആ ഒരു നോർമൽ ബൂസ്റ്റർ ആപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ. ഇത് കസ്റ്റമാണ് മനസ്സിലായി. ഒരു മോഷൻ വരുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മോഷൻ. ഓക്കെ നൈസ്. ഓക്കെ നൈസ്. ഓ മനസ്സിലായി. ഗ്രിഡ് ലേഔട്ട്. ഓക്കെ ഓക്കെ നൈസ്. എനിക്ക് റിസർവ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരുന്ന ഒരു പോലെ. പിന്നെ ഇവിടെ ഫോമുകൾ വെച്ചിട്ടുണ്ട്. ആ ഇമേജ് ഹൈഡ് ചെയ്തോലെ നമ്മൾ ഡെസ്ക്ടോപ്പിൽ കണ്ടറിയോ? പിന്നെ അബൌട്ട് ഈസ് ഓക്കെ. ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ പോലെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വൈ ചൂസസ് ഓക്കെ, അത് നീറ്റ് ആയിട്ടുണ്ട്. ഫാസ്റ്റ് ഡെലിവറി വാട്ട് അവർ കസ്റ്റമേഴ്സ് ആയി. ഓക്കെ, നമ്മൾ ആ ടെസ്റ്റ് ഉണ്ടാവുമെങ്കിലും ആ ഒരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. പോപ്പുലർ മെനു ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. സ്ക്രോളിങ് കുറച്ചുണ്ട് കണ്ടന്റ്. കുഴപ്പമില്ല. ഇല്ല അതന്നെ മൊബൈലിൽ പോകുമ്പോ. പക്ഷെ കുഴപ്പമില്ല, മൊബൈലിൽ നമ്മള് തമ്പോ ചിലപ്പോ ആ സ്ക്രോളിൽ ഇപ്പൊ എല്ലാരും അത്യാവശ്യം സ്ക്രോൾ നല്ല പരിചയമായിരിക്കും. ഇൻസ്റ്റാഗ്രാം കുഴപ്പമില്ല. എനിക്ക് മൊമെന്റ് ഓഫ് ദി ഡെലിവറി നമ്മൾ ആ ഒരു പാർട്ട് ക്ലിയർ ചെയ്യുന്നത്. എനിക്ക് ഇവിടെ അനിമേഷൻസ് കുഴപ്പമില്ല കേട്ടാ സ്ക്രോളിൽ വരുന്നത്. ഈ മൊബൈലില് കുഴപ്പമില്ല, ഡെസ്ക്ടോപ്പില് ഇവിടുന്ന് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ആ ഒരു സാധാ കണ്ടന്റുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് എബൌട്ടും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരിക്കുന്നു. എബൌട്ടില് ജസ്റ്റ് നമ്മൾ ആ കണ്ട ഇതും പിന്നെ ഷെഫിന്റെ ഒരു പാർട്ടാണ് ഇവിടെ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്യണ്ടേ. നേരത്തെ അവിടെ ഹൈഡ് ചെയ്ത സാധനം ഇല്ല ഇല്ല ഇല്ല, അതിന്റെ നല്ലൊരു അപ്രോച്ച് ആയിട്ടുണ്ട്. മൊബൈൽ സ്ക്രീനിൽ ഓവർ ചെയ്യായില്ലല്ലോ. ഇല്ല ഇല്ല പ്രസ് ചെയ്ത് കുടിക്കണം, ടാപ്പ് ചെയ്ത് കുടിക്കണം. അതൊരു ബുദ്ധിമുട്ടാണ് യൂസറിന്. അങ്ങനെ ആലോചിച്ചപ്പോ ഇങ്ങനെ തോന്നി. ജസ്റ്റ് ആ ഒരു ഇത് കൊണ്ടുവന്നാണ്. പിന്നെ അതേപോലെ മെനു അത്യാവശ്യം ഉണ്ടാവൂല്ലേ? വേറെ പേജാണല്ലോ, അപ്പൊ മെനുവിനെ കുറിച്ച് ഡീറ്റെയിൽ നോക്കേണ്ടത് മാത്രം നോക്കിയാൽ മതി. ആ രീതിയിൽ ഹോം പേജിൽ കൊടുത്തില്ല. ഹോം പേജിൽ ഒരു സെലക്ട് അതെ, ഹോം പേജ് നമ്മളിപ്പോഴും എല്ലാത്തിന്റെ ഒരു ഹിന്റ് അല്ല കൊടുക്കണം. കംപ്ലീറ്റ്ലി കൊടുത്തു കഴിഞ്ഞാൽ ഹോം പേജ് വേണ്ട ആൾക്കാർക്ക് വേറെ പേജിൽ അല്ലെങ്കിൽ മോർ മെനു എന്നൊക്കെ കൊടുത്തിട്ട്. അതെ നൈസാണ്. ഓക്കെ, പിന്നെ ബ്ലോഗും അതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ അല്ലേ നമ്മൾ മാപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, മാപ്പിൽ ജസ്റ്റ് ആ ഒരു ലൊക്കേഷൻ നമ്മൾ ആ ഒരു ഇതുപോലെ തന്നെ വരുന്നത്. ഇതൊരു ബസ് സ്റ്റാൻഡ് ലൊക്കേഷൻ ആണോ എന്ന് പറയാം? അല്ല, ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ കൊടുത്തത്. കുഴപ്പമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമല്ല. ഇപ്പൊ നമ്മള് റിയൽ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ആ ഹോട്ടലിന് ഇത് കൊടുത്തത്. അതെ റിയൽ ഇല്ല, അപ്പൊ നമ്മള് ഒരു ലാൻഡ്മാർക്ക് കൊടുത്തു. ഓക്കെ കുഴപ്പമില്ല. ബുക്ക് യുവർ സീറ്റ് നമ്മൾ ആ ഒരു റിസപ്ഷനിൽ നൈസ് ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് കോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് കോഡിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, കാണാമല്ലോ? ഓക്കെ, ഇപ്പോ ഇവിടെ ജസ്റ്റ് അതിന്റെ സ്ട്രക്ചർ നോക്കുകയാണ്. ഓക്കെ, അസറ്റ്സ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതിൽ CSS ഫയലുകൾ, ലിസ്റ്റ്, ഇമേജസിനും വീണ്ടും ഫോൾഡേഴ്സ് ആക്കിയിട്ടുണ്ടല്ലോ. ബ്ലോഗിനുള്ള ഇമേജസ്, ഇൻസ്റ്റാഗ്രാം,
ഇൻസ്റ്റാഗ്രാമിന്റെ ഇമേജ് ഏത് ഉദ്ദേശിക്കുന്നത്? മറ്റേ ഷെഫിന്റെ ആണോ? ആ ഹൊറിസോണ്ടലായിട്ട് സ്ക്രോൾ ചെയ്ത് പോയില്ലേ ആ എഡിറ്റ്. ഓക്കെ. ഓക്കെ ഞാൻ ഓക്കെ അപ്പൊ ഒരു പേര് ഓക്കെ 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 മനസ്സിലായി. Okay. പിന്നെ ടീം ആ അല്ല, ഷെഫ് ഉണ്ട്. ഗാലറിന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ ഓക്കെ. പിന്നെ JS ഫയൽ യൂസ് ചെയ്തിട്ടുണ്ട്. സാസ് ഉണ്ട്. ഓക്കെ. സാസ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ നൈസ്. ഇൻഡെക്സ് ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ. ഇതിൽ ETS യൂസ് ചെയ്ത് ജസ്റ്റ് ആ ഒരു ഇത് പിന്നെ ഫാവ് ഐക്കൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ നൈസ്. പിന്നെ ജസ്റ്റ് ഏത് പോപ്പിൻസ് ആണ് യൂസ് ചെയ്യണത് ഫോണ്ട്? പോപ്പിൻസ്. ഓക്കെ കംപ്ലീറ്റ്ലി പോപ്പിൻസ് തന്നെയാണല്ലോ ഫോക്കസ്? ആ കംപ്ലീറ്റ് പോപ്പിൻസ് ആണ്. വേറെ ഒന്നുമില്ല. ഓക്കെ. പിന്നെ എന്താണ് ഫോണ്ടോസ് അല്ല? ഫോണ്ടോസിന്റെ ഐക്കൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഐക്കൺസ്. ഈ സ്വൈപ്പർ എന്ന് പറഞ്ഞ പാക്കേജ് ഉണ്ടല്ലോ, അത് ഏതൊക്കെ സ്ലൈഡ് ഷോക്ക് യൂസ് ചെയ്യുന്നുണ്ട് ടെസ്റ്റിമോണിയൽസ്. നമ്മള്? ഓക്കെ. പിന്നെ അതുപോലെ അടിയിലുള്ള ആ ഒരു അടിയിൽ ഗാലറി രണ്ടും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് സ്വൈപ്പർ? രണ്ട് സ്വൈപ്പർ. ബൂസ്ട്രാപ്പ് ഏത് വേർഷൻ യൂസ് ചെയ്യുന്നത്? 5 ആണോ? ലേറ്റസ്റ്റ്. ബൂസ്ട്രാപ്പ് ഏത് ലേറ്റസ്റ്റ് ആണ്? Okay, അത് ലോക്കലിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യണമല്ലേ? CD യൂസ് ചെയ്യുന്നല്ലോ. പിന്നെ ആ ഡേറ്റ് പിക്കർ ബൂസ്ട്രാപ്പിന്റെ ഡേറ്റ് പിക്കർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ടൈം പിക്കർ. ഓക്കെ ടൈം പിക്കറും ജേക്വറുടെ ടൈം പിക്കർ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ AOS യൂസ് ചെയ്യുന്നത് സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ഒരു ഇത്. ഓക്കെ ഓക്കെ. പിന്നെ മാഗ്നിഫിക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഗാലറി ഇല്ലേ, ആ ഗാലറി ആ ഇമേജസ് ഓരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ കണ്ടില്ല. ഓക്കെ എവിടെ? ഗാലറിയിലാണോ? ഓക്കെ ഓക്കെ ജസ്റ്റ് സ്ക്രോൾ ചെയ്യാം. ഇതിലല്ല. ഓക്കെ ഈ ഇമേജ് അല്ലേ? ഓക്കെ ഓക്കെ ജസ്റ്റ് സ്വിച്ച് ചെയ്ത് പോകുന്നത്. ഇതില് സ്ലൈഡ് ഷോ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇമേജ് മാത്രം. ഞാനൊരു ഗാലറി പോലെ ഉദ്ദേശിച്ചു. ഓക്കെ ഓക്കെ മനസ്സിലായി. പിന്നെ അതുപോലെ ഇമേജ് എന്താ അറിയാൻ അപ്പൊ അത് ആ രീതിയിൽ. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സ്റ്റൈൽ നമ്മളെ കസ്റ്റം സ്റ്റൈലാണല്ലോ, അതുപോലെ തന്നെയാണല്ലേ? അത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണല്ലോ. ഓക്കെ ഓക്കെ. കണ്ടെയ്നർ യൂസ് ചെയ്തു, കസ്റ്റം ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. നമ്മൾ ആ ഒരു സ്ക്വയർ ആൾട്ടിന്റെ ആ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. മൊബൈൽ നാവ് ഐക്കൺ. ഓക്കെ ഓക്കെ. നമ്മൾ ആ ടോപ്പിൽ വരുന്ന ആ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മളെ ഈ ഒരു കസ്റ്റം ആയിട്ടുള്ള സാധനം കൊണ്ടുവരുന്നല്ലേ, അത് എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ടോപ്പിലുള്ള ഇത് ടോപ്പിലായിട്ട് ഐക്കണും ടൈമും ഉള്ളതാണ്. അത് മനസ്സിലായോ? മനസ്സിലായി. ഷോപ്പിന്റെ പേര്. അതിനടിയിൽ ഒരു നാവ് ബാർ, ഒരു മെയിൻ നാവ് ബാർ. ഓക്കെ ഓക്കെ. ഇതാണ് മെയിൻ. ഓക്കെ 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 ഓക്കെ. ഇവിടെയാണ് ആ ടോക്കണിന്റെ കാര്യം ഹാൻഡിൽ ചെയ്യണത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ കൊടുത്തു. ഓക്കെ ഇവിടെയാണ് ആ കസ്റ്റം ആയിട്ടുള്ള ആ കാര്യം ഹാൻഡിൽ ചെയ്യണത്. LI എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത് ഇതാണല്ലേ? ഇതല്ല. ആ ഓക്കെ ഓക്കെ. മനസ്സിലായി മനസ്സിലായി. പിന്നെ എല്ലാത്തിലും റിപ്പീറ്റ് കാണാൻ കാരണം എന്താ പറയുക, നാഗേഴ്സിന്റെ റിപ്പീറ്റ് ഒരു BM ഒരു സ്ട്രക്ചർ ഉണ്ടാവും ചെയ്താൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. BM മനസ്സിലായില്ല എന്താണ്? ബീം മൊഡ്യൂൾ. ഓക്കെ ആ മൊഡ്യൂളിന്റെ ഓക്കെ ഓക്കെ ഓക്കെ. സ്ട്രക്ചർ ഉണ്ടല്ലോ, ഒരു ആർക്കിടെക്ചർ യൂസ് ആവും. ഓക്കെ അതിന്റെ നെയിമിങ്ങിന് വേണ്ടിയിട്ട് ക്ലാസ് നെയിമിങ് അണ്ടർസ്കോർ യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഹെഡർ യൂസ് ചെയ്തിട്ടുണ്ട്. ഹെഡർ നമ്മളെ ജസ്റ്റ് ആ ഒരു വി ബിലീവ് ഗുഡ് ഫുഡ് ആ ഒരു ബൂസ്റ്റ്രാപ്പിന്റെ ആ ഒരു കോളം ഗ്രിഡ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ ഓക്കെ ഫൈൻ. ഫെയ്ഡ് അപ്പ് നമ്മളെ റിസർവേഷൻ സെഷൻ പാഡിങ് റിസർവേഷൻ ഓക്കെ കണ്ടെയ്നർ ആ ഒരു പാർട്ട് ഓക്കെ നമ്മൾ ആ ഒരു ഇൻപുട്ട് ഫീൽഡും ഫോമുകളും കൊണ്ടുവരുന്ന പാർട്ടല്ലേ. ഓക്കെ ഓക്കെ ഇവിടെ നെയിം കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ ഉണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഓക്കെ ഇവിടെ ഈ ഒരു ഡ്രോപ്പ് ഡൗണിലാണ് ഈ കാര്യം വെച്ചിട്ടുള്ളത് നമ്പർ ഓഫ് പീപ്പിളും മോർ ദാൻ 6 ഓക്കെ ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മളാ മറ്റേ ഡേറ്റ് ടൈം പിക്കർ ഓക്കെ പിന്നെ ബട്ടൺ ബട്ടൺ ഓക്കെ പിന്നെ ഇവിടെ നമുക്ക് ആ റൈറ്റ് സൈഡിൽ വരുന്ന ഇമേജ് അല്ല അത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അല്ല കൊടുത്തിട്ടുള്ള അല്ലേ റൈറ്റ് സൈഡിൽ വരുന്ന ഒരു ഇമേജ് ആ ഓക്കെ ഓക്കെ വലിയ ഇമേജ് ആയതുകൊണ്ട് അങ്ങനെ ഓക്കെ ഓക്കെ അപ്പൊ അത് ബാക്ക്ഗ്രൗണ്ട് യൂസ് ഈ ഒരു ഇമേജ് അല്ല പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു പാർട്ടില് അബൌട്ട് സെഷൻ പാഡിങ് കൊടുക്കുന്നു ജസ്റ്റ് നമ്മൾ ഒരു അബൌട്ടിലെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ ഇവിടെ ഇമേജ് ഇവിടെ ഇമേജ് പ്രോപ്പർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് അല്ല അബൌട്ടിലെ അപ്പൊ നമ്മളുടെ ഇമേജിന്റെ ഇത് കൊടുത്തത് റെസ്റ്റോറന്റ് ഇമേജ് ഓക്കെ നൈസ് ഒരു ഇമേജ് ഡയറക്റ്റ് ഇവിടെ കൊടുത്തു ബാക്ക്ഗ്രൗണ്ട് പിന്നെ നമ്മളെ വൈറ്റ് ചൂസേഴ്സും പിന്നെ അവിടെ യൂസ് ചെയ്യുന്നതും ഇമേജ് തന്നെയാണ് അല്ലെ ഈ ഒരു ഷെഫിന്റെ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഇമേജ് തന്നെയാണ് അവിടെ കൊടുക്കുന്നത് PNG ടൈപ്പ് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ ഫോട്ടോഷോപ്പില് ഇതിന്റെ ഒരു കളർ തീമിലേക്ക് വരുന്നുണ്ട് ഫുള്ള് റെഡ് കളർ ഓക്കെ ഓക്കെ ശരിയാണ് നമുക്ക് ഐക്കൺസ് കിട്ടാൻ ലിമിറ്റേഷൻ ഉണ്ടല്ലോ ഓക്കെ ഓക്കെ പിന്നെ വൈ വാട്ട് അവർ കസ്റ്റമേഴ്സ് ജസ്റ്റ് ടെസ്റ്റ് ഇവിടെ ഫിഗർ ക്ലാസ് ഉണ്ട് ഓക്കെ ഓക്കെ ഇത് മൾട്ടിപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ സ്ലൈഡ് സ്ലൈഡ് ഓക്കെ 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 അത് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത് വരുന്നത് അതേപോലെ പോപ്പുലർ മെനു നമ്മൾ ആ ഹൊറിസോണ്ടൽ ആണ് അല്ല മെനു ഐറ്റംസ് അല്ലേ ഓക്കെ ഓക്കെ മെനു ഐറ്റംസ് പിന്നെ ചിക്കൻ ടിക്ക സലാഡ് ഓക്കെ ജസ്റ്റ് ആ ഒരു മെനു ഐറ്റംസ് ഇത് തന്നെയല്ല റിപ്പീറ്റേഷൻ വരാം ഓക്കെ ഓക്കെ ഞാൻ സ്ക്രോൾ ചെയ്താൽ ഓക്കെ പിന്നെ ന്യൂസ് ലെറ്ററിന്റെ പാർട്ട് വരുന്നുണ്ട് സബ്സ്ക്രിപ്ഷന്റെ ആ വിഭാഗം അല്ലേ ജസ്റ്റ് ഇവിടെ പിന്നെ എഒഎസിന്റെ ഒരു ഫെയ്ഡ് അപ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത് അതെ ഓക്കെ നമ്മളിവിടെ ഡാറ്റ എഒഎസ് എന്ന് പറഞ്ഞ ഒരു ഇത് യൂസ് ചെയ്യുന്നുണ്ട് മനസ്സിലായി അനിമേഷൻ നമ്മളെങ്ങനെ കൊടുക്കണോ എഒസില് പോലെ ക്ലാസ്സിലും അതുപോലെ തന്നെ ജാസിലും ഇങ്ങനെ നമ്മൾ വരണമെന്ന് കൊടുത്തത് നമ്മൾ അതിന്റെ ഒരു ഡാറ്റ ആട്രിബ്യൂട്ട് അറിയില്ലേ അപ്പൊ ആ രീതിയിൽ അതങ്ങനെ കൊടുത്താലേ കിട്ടുള്ളൂ മനസ്സിലായി അവർ കീവേഡ് ആണല്ലോ ഡോക്യുമെന്റേഷൻ പിന്നെ ഇവിടെ സൈൻ അപ്പ് ഓക്കെ ഇവിടെ സൈൻ അപ്പ് ജസ്റ്റ് അവർ വെച്ചിട്ടുള്ളല്ലോ അത് ഇന്റഗ്രേറ്റഡ് ഒന്നുമല്ല പിന്നെ ഒരു ഇമേജ് ഉണ്ട് സബ്സ്ക്രിപ്ഷൻ നമ്മൾ ആ ഒരു ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ അതെ ഓക്കെ പിന്നെ ഇത് ജസ്റ്റ് നമ്മുടെ ഇടയിൽ വരുന്ന മൊമെന്റ് ഫോർ ഓക്കെ ജസ്റ്റ് ഒരു ഇടയിൽ ഒരു ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ പാർട്ട് ഓക്കെ ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടിയിൽ നമ്മളെ സ്ലൈഡ് ഷോ ഓക്കെ സ്വൈപ്പർ യൂസ് ചെയ്തിട്ടുള്ള സ്ലൈഡ് ഷോ ഓക്കെ ജസ്റ്റ് അതിലൊരു ഇമേജ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഇത് വെച്ചുള്ളത് മറ്റേ മാഗ്നിഫിക്കിന്റെ ഒരു ക്ലാസ് വെച്ച് ഹാൻഡിൽ ചെയ്തതാണ് ബ്ലോഗിന്റെ പാർട്ടും നമ്മൾ ജസ്റ്റ് ഒരു എലമെന്റ് പോലെ വെച്ചിട്ടുള്ളതാണല്ലോ ഓക്കെ അപ്പൊ ഇതിൽ ബൂസ്റ്റ് ആപ്പ് ശരിക്കും യൂസ് ചെയ്യുന്നതല്ല ബ്ലോഗിന്റെ പാർട്ടൊക്കെ ഗ്രിഡ് റെഡിയാക്കാൻ ഓക്കെ ബ്ലോഗ് കൂടെ എൻഡ് ചെയ്യണം കേട്ടോ ഓക്കെ ഫൈൻ പിന്നെ ഫൂട്ടറിന്റെ പാർട്ടാണ് ഫൂട്ടർ ഓക്കെ ജസ്റ്റ് ഒരു ഇമേജ് ജസ്റ്റ് ലോഗോ കൊടുത്തു പിന്നെ സോഷ്യൽ മീഡിയയുടെ ഐക്കൺസ് ആണ് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഐക്കൺസ് ആണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് എഴുതിയിട്ടുള്ളൂ ഐക്കൺസ് യൂസ് ചെയ്തിട്ടില്ല ഓക്കെ ഓക്കെ
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇയർ ഓക്കെ ഓക്കെ ജേസ് വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് അല്ലേ ഇയർ? അതെ യെസ്. ഓക്കെ 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 നൈസ്. പിന്നെ അവിടെ അടിയിൽ നമ്മൾ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ജേക്കോർ യൂസ് ചെയ്തിട്ടുണ്ട്, ബൂസ്ട്രാപ്പ്, സ്വൈപ്പർ, ഐസോടോപ്പ് എന്ന് പറയുന്നത് മറ്റേ മാഗ്നിഫിക്കിന്റെ ഇതാണോ? ഞാൻ ചോദിക്കണേ ഐസോടോപ്പ് എന്ന് പറഞ്ഞ ഒരു ഇത് യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഐസോടോപ്പ് അത്. നമ്മൾ ആ ഫിൽട്ടർ ചെയ്യുന്നില്ലേ, മെയിൻ ഓക്കെ ഫിൽട്ടർ. ഓക്കെ അത് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്നത് വേറെ മാഗ്നിഫിക് വരുന്നത് ഡേറ്റ് പിക്കർ, ടൈം പിക്കർ. ഓക്കെ ഓക്കെ. ബാക്കി നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്തത്. പിന്നെയുള്ള എല്ലാ ഫയലുകളും ഇതിന്റെ കണ്ടിന്യൂഷൻ പോലെയാണല്ലോ, റെപ്ലിക്ക പോലെയാണല്ലോ യൂസ് ചെയ്തത്. ബാക്കിയുള്ള ഫയലുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. എബൌട്ട് HTML നമ്മൾ ആ ഒരു എബൌട്ടിന്റെ കൺസെപ്റ്റിലാണ്. ഓക്കെ. അപ്പോ ജസീന് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഇപ്പോ ഡെവലപ്മെന്റിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാനോ. പിന്നെ സോഫാർ ഇപ്പൊ ചലഞ്ചില് ഫേസ് ചെയ്ത ചലഞ്ചസ് എന്താണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ജസീന്. ഇപ്പൊ ചെയ്ത് വന്നപ്പോ എന്തെങ്കിലും അവിടെ സ്റ്റക്ക് ആയി പോകാൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? UI UX ഒക്കെ വെച്ച് ചെയ്തതാണെങ്കിൽ നല്ലൊരു പെർഫെക്റ്റ് വെബ്സൈറ്റ് ആവുമല്ലോ. പക്ഷെ നമുക്ക് UI UX അറിയില്ല, നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ കോഡ് ചെയ്ത് അങ്ങനെ പോവല്ലേ ചെയ്യാ. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം കുറച്ച് ഒരു ഡിസൈൻ ഒക്കെ ഒപ്പിച്ച് കോഡ് ചെയ്ത് തരും, പിന്നെ എനിക്ക് തോന്നുന്നത് രസമില്ല, അപ്പൊ അങ്ങനെ വീണ്ടും മാറ്റും. അങ്ങനെ എന്റെ പിന്നെ വീണ്ടും റിസർച്ച് ചെയ്യും. അപ്പൊ അതൊരു കുറെ ടൈം അങ്ങനെ പിടിച്ചു. ആണെങ്കിൽ റിസർച്ച് അതുപോലെ ഫിഗ്മ യൂസ് ചെയ്യുന്നുണ്ട് ജസീം? ഫിഗ്മ അല്ലെങ്കിൽ അഡോബ് ബെസ്റ്റ് അങ്ങനത്തെ ഡിസൈനിങ് ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്? SD യൂസ് ചെയ്യുന്നുണ്ടോ? യൂസ് ചെയ്യാറുണ്ടല്ലേ? ഓക്കെ, നല്ലതാണ്. അത് ചെയ്ത് അതിലൊരു ഡിസൈൻ ചെയ്തതിന് ശേഷം ഡെവലപ്പ് ചെയ്യുന്നത് നല്ലത്. അപ്പൊ എന്ന് വെച്ചാൽ ജസീമിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ അറിയില്ല ഡിസൈനിങ്. അപ്പൊ ഞാനിങ്ങനെ ഡയറക്റ്റ് അങ്ങനെ ചെയ്യും. ഞാൻ എന്താ പേപ്പറിൽ ഒരു സെക്ഷൻ ഇങ്ങനെ ബോക്സ് ഒക്കെ വരച്ച് എന്തൊക്കെ വേണമെന്ന് വെറുതെ ചെയ്യും, എന്നിട്ട് കോഡ് ചെയ്യും. ഓക്കെ നൈസ് ആയിട്ടുണ്ട് അത്. അപ്പൊ ഞാൻ പറയാന്ന് വെച്ചാല് ജസ്റ്റ് ഒരു എന്താ പറയാ വയർ ഫ്രെയിം പോലെ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചോന്നല്ലേ, ജസ്റ്റ് പേപ്പറിൽ വരച്ചിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണോ ഡിസൈൻസ്? കുഴപ്പമില്ല. എന്തായാലും എഡോബസ്റ്റ് നന്നായിട്ട് പഠിക്കാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും ജസ്റ്റ്. ഓക്കെ, കാരണം വെച്ചാൽ ഡിസൈനിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ UI UX. അപ്പൊ അത് എഡോബസ്റ്റിൽ പഠിച്ചെടുത്ത് അറിയാത്ത ഒരാള് പെട്ടെന്ന് UI ഒക്കെ ചെയ്യുമ്പോ കുറെ നേരം വെക്കല്ലേ. ഇല്ല, അത് പേടിക്കുന്നുണ്ട്. ഞാനിപ്പോ എനിക്ക് ഡിസൈനിങ് പറഞ്ഞാൽ എനിക്ക് പേപ്പറോട് വരച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും നോക്കില്ല എന്റെ ആ ഒരു എന്താ പറയുക ആർട്ടിക്കിളാ, അങ്ങനത്തെ ഒരു സ്കില്ലുള്ള ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷെ UX എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് വരുമ്പോ പ്രാക്ടീസ് നന്നായി വരും. ഇപ്പൊ ജസീമ ഡെവലപ്മെന്റ് പഠിച്ചതും ചെയ്തിട്ടാണല്ലോ, അപ്പൊ ആ ഒരു അപ്രോച്ചിൽ തന്നെ ഇതും ഡിസൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ സെറ്റായി വരും. ഓക്കെ, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാല് അത് പെട്ടെന്ന് ക്ലിയർ ആവുന്നതാണ്. അപ്പൊ താങ്കൾ ചെയ്യണതും UI UX തന്നെയാണ്, HTML CSS ചെയ്യണതും സെയിം തന്നെയാണ്. ഞാൻ പറയാൻ കാരണം വെച്ചാല് അതൊരു പ്രോട്ടോടൈപ്പിംഗ് ടൂളിൽ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വൺ ടൈം ചെയ്താൽ മതി. ഡെവലപ്മെന്റ് ഡിസൈനിങ് നമുക്ക് എന്താണെങ്കിലും പൊളിച്ച് പണിയാം, മനസ്സിലായോ? അപ്പൊ ആ രീതിയിലൊന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ല, നിങ്ങള് എന്താ ഡിസൈനറാണോ? ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പൊ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, CEO ആണ് സ്പോട്ടിക്സിന്റെ. ഞാൻ ഡെവലപ്മെന്റിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഒരു എല്ലായിടത്തും കൈ വെക്കുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഇത് ചീഫ് CEO ആണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇതെല്ലാ സ്ഥലത്തും കൈ വെക്കും. UI UX പഠിച്ചു, അതുപോലെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ആണ് നമ്മുടെ മെയിൻ പ്രൊഫഷൻ. അപ്പൊ ആ ഒരു രീതിയില് എൻട്രിയിൽ കണ്ടന്റ് ചെയ്യുന്നു. എൻട്രിയിൽ വെബ് ഡെവലപ്മെന്റ് ചാലഞ്ച് വെബ് ഡെവലപ്പറിന്റെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, ഫുൾ സ്റ്റാക്ക്. അപ്പൊ മെയിൻ ആയിട്ട് അതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ പോവാന്നുള്ളത് എന്തായാലും ജസീം ചെയ്ത് നല്ലൊരു എഫേർട്ടാണ് ഞാൻ കാണുന്നത്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കാരണം എന്തായാലും കീപ് ഗോയിങ്.
നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അതിൽ തന്നെ കൂടുതൽ ഫ്രണ്ട് എൻഡ് ആണല്ലോ ഫോക്കസ് ചെയ്യാൻ പ്ലാൻ. അപ്പൊ ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ അവിടെയുള്ള എല്ലാവരും കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും.